നാടോടി നൃത്തത്തിന് 1ാം സ്ഥാനം നേടിയ ആദിലക്ഷ്മിയാണ് എന്നോടൊപ്പം ചേരുന്നത്. മോളെ ഫസ്റ്റ് പ്രൈസ് ആണല്ലേ? ഇതാണ് സന്തോഷായോ? എത്ര ദിവസം എടുത്തു പഠിക്കാൻ? കുറച്ച് ദിവസങ്ങളുടെ ഉള്ളിലാ പഠിച്ച്. ആണോ? എന്നെ കളിക്കുമ്പോ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നോ? നന്നായി കരഞ്ഞു ഞാൻ. എന്ത് കളിച്ചു കഴിഞ്ഞിട്ട് അത് കളിയിൽ കരഞ്ഞു എന്നാണോ പറയണേ? എല്ലാ മുന്നേ കരഞ്ഞു, കളി കഴിഞ്ഞ ശേഷം കരഞ്ഞു. അതെന്തിന്? ടെൻഷനായിട്ട്. അയ്യോ, ടെൻഷനായിട്ട് പാവം കരഞ്ഞു. പക്ഷെ അത് കുഴപ്പമില്ലല്ലോ, ഫസ്റ്റ് കിട്ടിയില്ലേ? ഇനി ടെൻഷൻ അടിക്കൊന്നും വേണ്ട അല്ലേ? ഇനി നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോകണം. വേറെ ഏതെങ്കിലും മത്സരത്തിൽ പങ്കെടുത്താം? ഇതിൽ മാത്രമേ ഉള്ളൂ. ഇതിന് മാത്രം. അതിന് ഫസ്റ്റ് അടിച്ചു പോയി അല്ലേ? പിന്നെ ആരൊക്കെയാ വീട്ടിൽ? അമ്മ ഡാൻസ് ഒക്കെ ചെയ്യോ? അമ്മ ഡാൻസ് ടീച്ചറാ. മോളെ ഏത് സ്കൂളാ? UPS പനമ്പാട്. അപ്പൊ അമ്മ ഡാൻസ് ടീച്ചറാണ്. അപ്പൊ മോളും ഡാൻസ് ഒക്കെ കളിച്ച് ഫസ്റ്റ് അടിച്ചു. പിന്നെ മാഷേ എന്തൊക്കെയാണ്? സന്തോഷമല്ലേ? സന്തോഷായി. മോളെ ഒരുപാട് ദിവസം എടുത്തോ പഠിപ്പിക്കാൻ? ഇവള് കുന്നംകുളത്തെ ക്ലാസ്സിലാണ് വരുന്നത്. അപ്പോൾ 2 ദിവസം അവിടെ വന്നിട്ടുള്ളൂ. പിന്നെ അമ്മയാണ് കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത്. അമ്മ ഡാൻസ് ടീച്ചറാണ് അമ്മ. ഇപ്പം ഈ നാടോടി നൃത്തത്തിൽ പ്രധാനമായിട്ടും പഴയ കാലത്തു നിന്ന് ഇപ്പോഴത്തെ കാലത്തേക്ക് എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ? പാട്ടുകളിലായാലും മേക്കപ്പിലായാലും? ഇന്നത്തെ ഈ കാണുന്നുള്ള വ്യത്യാസങ്ങളൊക്കെ ഡാൻസിലും വന്നിട്ടുണ്ട്. ഡാൻസ് വെച്ചാൽ അതിൻ്റെ പ്രമേയത്തിൽ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ഓർക്കസ്ട്രേഷനൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ അവതരിപ്പിച്ചത് പണ്ടത്തെ ഒരു നാടോടി നൃത്തത്തിൻ്റെ അതേ ശൈലിയിൽ തന്നെയാണ് ഞങ്ങൾ അവതരിപ്പിച്ചത്. നാടോടി നൃത്തം അവതരിപ്പിച്ചത്. ജഡ്ജിങ് പാനലിൻ്റെ നോക്കുകയാണെങ്കിൽ അവർ കുറേ പുതുമ നോക്കുന്നുണ്ടാവും. അതിലെന്തെങ്കിലും പുതുമ വരും? നമ്മുടെ ഈ വേഷത്തിലൊക്കെ പണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നാടോടത്തിന് കളിക്കാൻ വരുമ്പോൾ നമ്മൾ അടുത്ത വീട്ടിലത്തെ ചേച്ചിമാരുടെ ബ്ലൗസ്, മുണ്ട്, തോർത്ത് അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ സംഘടിപ്പിച്ച് നമ്മൾ കളിക്കാൻ വരുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മൾ നല്ല ഡ്രസ്സുകളൊക്കെ കടയിൽ നിന്ന് പോയി എടുത്ത് അതിനനുയോജ്യമായിട്ട് കണ്ടില്ലേ? അപ്പോൾ വേഷങ്ങളൊക്കെ നമ്മൾ അങ്ങനെയാണ് സെലക്ട് ചെയ്യണത്. കുറേ വ്യത്യാസങ്ങളുണ്ട് ഡാൻസിൻ്റെ. പക്ഷേ പിന്നെ സ്റ്റേജിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് എടുത്ത് കാണിക്കേണ്ട കളറുകൾ നോക്കി. പണ്ട് അങ്ങനെയൊന്നുമില്ലല്ലോ, കിട്ടിയതെടുത്തിട്ട് കളിക്കുക അങ്ങനെയൊക്കെ അല്ലായിരുന്നത്. അപ്പോൾ അതിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. നമ്മുടെ ഈ മാറ്റങ്ങൾ എല്ലാത്തിലും വന്നിട്ടുണ്ട്. അത് കുട്ടികൾക്കൊക്കെ സന്തോഷം തന്നെയാണ് അങ്ങനെ അവർക്ക് അണിഞ്ഞൊരുങ്ങി കളിക്കാനും. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് മാഷ് അമ്മയുടെ ഈ മോളുടെയും അമ്മയുടെയും ഗുരുനാഥനാണെന്ന് നേരത്തെ പറഞ്ഞു. അവളുടെ അമ്മ ഞങ്ങളൊക്കെ ഒരുമിച്ചാണ് ക്ലാസിക്കൽ ഡാൻസ് പഠിക്കുന്നത്. അവിടെ കുന്നംകുളത്ത് RLV ആനന്ദ് എന്ന് പറഞ്ഞൊരു മാഷുണ്ട്. അപ്പോൾ മാസത്തിൽ 2 ക്ലാസ് ഉണ്ട് അവിടെ. അപ്പോൾ അങ്ങനെയാണ് ഇവളുടെ അമ്മ അവിടെ ഡാൻസിന് വരുന്നത്. അപ്പോൾ ഞങ്ങളൊക്കെ ഒരു സെറ്റായിട്ട് ഇങ്ങനെ അപ്പോൾ ഇവളെ ഇങ്ങനെ പഠിപ്പിക്കുന്നത് പറഞ്ഞപ്പോൾ അങ്ങനെ 2 ദിവസം കൊണ്ട് ഞാൻ പെട്ടെന്ന് പഠിപ്പിച്ചു അവൾ. പിന്നെ അവളെ അമ്മ നല്ല പ്രാക്ടീസ് കൊടുത്തു. അതിൻ്റെ വിജയമാണ് ഇപ്പോൾ ഇവിടെ കാണാം. ഇവളുടെ അമ്മയ്ക്കാണ് കൂടുതൽ അഭിനന്ദനങ്ങൾ കൊടുക്കേണ്ടത്. പിന്നെ ടീച്ചർമാരൊക്കെ ഉണ്ട്. എന്താണ് സ്കൂളിൽ സമ്മാനം കിട്ടുമ്പോഴുള്ള സന്തോഷം? വളരെയധികം സന്തോഷമുണ്ട്. അവളുടെ 2ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറാണ്. അന്ന് മുതൽ അവൾ എല്ലാ പരിപാടിയും ഇങ്ങനെ നിൽക്കും. അപ്പോൾ എന്തായാലും ഇതിൽ കിട്ടിയാൽ വളരെയധികം സന്തോഷിക്കുന്നു. സ്കൂളിൽ വേറെ ഏതെങ്കിലും ഐറ്റംസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഭരതനാട്യം പറഞ്ഞിരുന്നു. പിന്നെ അവൾക്ക് 2ഉം കൂടെ ഇപ്പോൾ ചെറിയ മോളല്ലേ. അപ്പോൾ അടുത്ത വർഷം തൊട്ട് അതിനും കൂടെ ഒന്ന് ഫോക്കസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദിലക്ഷ്മിയുടെ അമ്മ വന്നിട്ടുണ്ട്. എന്താണ് സന്തോഷം? അവൾ കഴിഞ്ഞ പ്രാവശ്യം പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ട്. പക്ഷെ അന്ന് തേർഡായിരുന്നു, ഇന്ന് ഫസ്റ്റ്. വളരെ സന്തോഷം. ഇതെൻ്റെ ഗുരുനാഥ് സുബ്രഹ്മണ്യ മാഷ്. അപ്പോൾ മാഷിൻ്റെയും കൂടെ ഒരു ക്രെഡിറ്റ് ഉണ്ട് ഇതിന്. മാഷ് ഇപ്പോൾ പറഞ്ഞെന്താ അറിയോ? ആ ക്രെഡിറ്റ് മൊത്തം അമ്മയ്ക്കാണ് കൊടുക്കേണ്ടത്. എൻ്റെ ഗുരുവാണ്, എൻ്റെ ആദ്യ ഗുരുവാണ്. എന്താ പറയുക, നൃത്തരംഗത്ത് ഒരുപാട് സംഭാവനകൾ നൽകിയ സാറാണ്. അപ്പോൾ മാഷും കൂടെ സന്തോഷം. എന്തായാലും അമ്മയുടെ കഴിവ് മകൾക്ക് കിട്ടി. അതുപോലെ ഇനി വേറെ എന്തെങ്കിലും ഐറ്റംസിന് മകളെ പങ്കെടുപ്പിക്കണം? ഇപ്പോൾ LP ആണ്. ഇനി അടുത്ത വർഷം ഭരതനാട്യം എല്ലാം കോമ്പറ്റീഷന് പങ്കെടുപ്പിക്കുന്നുണ്ട്. ജോബിനി. അപ്പോൾ എന്തായാലും എല്ലാവരും സന്തോഷത്തിലാണ്. അമ്മയും ടീച്ചേഴ്സും അവളെ നൃത്തം പഠിപ്പിച്ച അധ്യാപകരും എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ്. അപ്പോൾ എന്തായാലും ഉഷാറായിട്ട് പോട്ടെ, അവൾക്ക് ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ പറ്റട്ടെ. ക്യാമറ പേഴ്സൺ ഗിരീഷ് ലാലിനൊപ്പം ആതിര ശിവദാസ്, NCV.